നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. വളരെ പരിചിതമായ വാക്യമാണ്. ആ വാക്യത്തിനകത്ത് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോകുകയാണ്. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകയാത്മാവാകുന്നു. ധന്യനായ പൗലോസ്ലീഹ കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതിയിരിക്കുമ്പം സ്തോത്രം, നാം ആരാ, നമ്മുടെ ദൈവം ആരാ എന്നൊക്കെ വെളിപ്പെടുത്തുന്ന ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാൻ കഴിയുന്നത്. ആരാധിക്കുന്നൊരു ദൈവവൈതൽ എക്കാലത്തും അറിയണം നാം ആരാ, നാം ആരാധിക്കുന്ന ദൈവം ആരാ. ഈ തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കുന്നത്. അറിയേണ്ടതുപോലെ ദൈവത്തെ അറിയാതിരുന്നാൽ നമ്മുടെ ആരാധനയുടെ ശക്തി കുറഞ്ഞു പോകും. പക്ഷേ അറിയേണ്ട പോലെ ദൈവത്തെ അറിഞ്ഞാൽ നമ്മൾ ആരാധിക്കുമ്പം നമ്മളെ തന്നെ മറന്നാരാധിക്കാനിടയാകും. സ്തോത്രം. ഈ ഭാഗത്ത് പല പല ആത്മീയ ആശയങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് അതിൻ്റെ 19-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ലെന്നും അറിയുന്നില്ലയോ? നല്ലൊരു ആമീൻ പറഞ്ഞ്. പാപത്തിന്റെ ചേറ്റുകുഴിയിൽ കിടന്ന നമ്മളെ നിത്യസ്നേഹം കൊണ്ട് ദൈവം വിളിച്ച് വേർതിരിച്ച് നമ്മളെ മക്കളും അവകാശിയുമാക്കി തീർന്നപ്പം നമ്മൾ അറിയാത്തൊരു കാര്യം അവിടെ നടന്നെന്ന ബൈബിൾ പറയുന്നേ. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായി മാറി. നിങ്ങൾക്കുള്ള വില കർത്താവ് കാൽവറിയിൽ കെട്ടിവെച്ചു. എന്നിട്ട് നിങ്ങളെ കർത്താവ് പർച്ചേസ് ചെയ്തു. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പാപിയല്ല, ദൈവം വസിക്കുന്ന മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. അതുകൊണ്ടാണ് പറഞ്ഞ ദൈവം വിശുദ്ധനായതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ കാക്കണമെന്ന് പറയുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ വിശുദ്ധിയിൽ നമ്മൾ കാത്താൽ ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കും. അപ്പം ഇവിടെ 2 ഭാഗങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകയാത്മാവാകുന്നു. എന്തുവാണ് ഈ കർത്താവിനോട് പറ്റിച്ചേരുക എന്ന് പറഞ്ഞാൽ? പറ്റിച്ചേരുക എന്ന് പറഞ്ഞാൽ 1-2 അർത്ഥങ്ങൾ ഞാൻ പറയാം. കൂടെ ഇരിക്കുക, കൂടെ നടക്കുക, ഇതൊക്കെയാണ് പറ്റിയിരിക്കുന്ന ഈ അനുഭവം. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, കർത്താവുമായിട്ട് നിങ്ങൾക്ക് യേശുവിനെ അറിയാവുന്നൊരു ബന്ധമേ ഉള്ളോ അതോ പറ്റിയിരിക്കുന്നൊരു ബന്ധമുണ്ടോ? നിങ്ങളോട് തന്നെ ചോദിക്കണം. 2025 ഒരു കയ്യടിയിൽ യേശു ഒതുങ്ങരുത്. പറ്റിയിരിക്കുന്നൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആർക്കുമില്ലാത്തൊരു ബന്ധം നീയും ദൈവവുമായിട്ടുണ്ടാകണം. അതിന് ചില എക്സാമ്പിൾസ് പറഞ്ഞാൽ നമ്മൾ പറ്റിയിരിക്കുക, ചേർന്നിരിക്കുക, അടുത്തിരിക്കുക. നിങ്ങൾക്കറിയാമോ, ഈ കർത്താവ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത്. പുതിയ നിയമത്തിൽ വരുമ്പം നമ്മളെല്ലാം വിശ്വാസികളല്ല, സത്യത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് നമ്മളല്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. കർത്താവ് അവരെ തിരഞ്ഞെടുത്ത് എന്തിനാന്ന് ദൈവത്തിന് സ്വന്തം മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യത്തിനകത്തുണ്ട്. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവർ തന്നോട് കൂടെ ഇരിപ്പാനും, എന്തിനാ? യേശുവിനോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനും ഭൂതങ്ങളെ. അതിനർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഏതെങ്കിലും ഒരു അപ്പൻ അല്ലെങ്കിൽ ഏതോ ഒരു അമ്മയ്ക്ക് ജനിച്ചതാ. എൻ്റെ അപ്പനെ പോലെയല്ല നിങ്ങളുടെ അപ്പൻ. പക്ഷെ നമ്മളെല്ലാം കർത്താവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പൻ്റെ പാരമ്പര്യത്തിലും അമ്മയുടെ പാരമ്പര്യത്തിലും ഇല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നമ്മൾ കർത്താവിനോട് പറ്റിയിരിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഈ സത്യത്തിൽ പറയാം, ദൈവം നമ്മളെ വിളിച്ചതിനെ കുറിച്ച് ബൈബിളിൽ വായിക്കുന്നതാണ്. ഒരു ഉന്നത വിളി കൊണ്ട് വിളിച്ചെന്നാ. എന്തുവാ ഉന്നത വിളി. അപ്പം ഇങ്ങനെ ഇരിക്കാനുള്ള വിളിയല്ല. അപ്പം നമ്മളെ എന്തോ ആക്കാനാ ദൈവം വിളിച്ചത്. അത് ഇതുവരെ ആയിട്ടില്ല, പക്ഷെ ഇനി ആകാൻ പോകുകയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പം ദൈവം ആള് തെറ്റി വിളിച്ചതല്ല, നിങ്ങളെ അറിഞ്ഞാ വിളിച്ചത്.
ബൈബിൾ നിങ്ങൾ പഠിച്ചു നോക്കി. ദൈവത്തിന് സ്തോത്രം. എനിക്ക് കർത്താവ് തരുന്നൊരു ബോധ്യം നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. കർത്താവ് വിളിച്ചത് കർത്താവിനോട് കൂടെ ഇരിക്കാനാണ്. ഒരാൾ യേശുവിനോട് കൂടെ ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന എന്തുവാന്ന് ചോദിച്ചാൽ, അവൻ്റെ ഒരുപക്ഷെ കടവുള്ളവനാകട്ടെ, രോഗമുള്ളവരാകട്ടെ, ശാപമുള്ളവരാകട്ടെ, ബന്ധനം എന്തുമുള്ളവരാകട്ടെ, പക്ഷേ അവൻ കർത്താവിനോട് അടുത്ത് കഴിയുമ്പോൾ അവൻ്റെ രീതികളെല്ലാം മാറും, അവൻ്റെ സ്വഭാവം മാറും, അവൻ്റെ രീതി മാറും, അവൻ്റെ ഭാഷ മാറും. മാത്രമല്ല അവൻ്റെ മേലിരിക്കുന്ന ദൈവപ്രവൃത്തിയും വെളിപ്പെടാൻ തുടങ്ങും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ മൊബൈൽ പുറത്തിറക്കിയത് ഇതൊരു കമ്പനി പുറത്തിറക്കിയ ഫോണാണ്. ഇത് ഏതെങ്കിലും ഒരു ഷോപ്പിനകത്ത് ഈ കമ്പനി പാക്കറ്റിലിരുന്നാൽ 50 കൊല്ലം ഇരുന്നാൽ ഈ ഫോൺ ഇറക്കിയതിൻ്റെ പ്രയോജനം കമ്പനിക്ക് ഉണ്ടാകത്തില്ല. എന്തിനാ ഈ കമ്പനി ഫോൺ ഇറക്കിയെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ കവർ പൊട്ടിച്ച് ഇതിനകത്ത് സിം കാർഡ് ഇൻസ്റ്റാൾ ചെയ്ത് ഇതിനകത്ത് വേണ്ട വാട്സാപ്പോ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം അതെല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഈ കമ്പനി ഈ ഫോൺ ഇറക്കിയതിൻ്റെ പിന്നിലെ ഉദ്ദേശം നിറവേറത്തുള്ളൂ. ഇതുപോലെ യേശു നിന്നെ വിളിച്ചത് എന്നും ഈ അവസ്ഥയിലിരിക്കാനല്ല. നിന്റെ അവസ്ഥ മാറണമെങ്കിൽ കർത്താവിനോട് പറ്റിയിരിക്കാൻ തീരുമാനിക്കണം. എനിക്ക് ഈ വർഷം പറയാനുള്ള ദൂത്, നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയല്ല, നിങ്ങളുടെ ജീവിതം ഇങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനെയല്ല, നിങ്ങളെ എന്തോ ആക്കാൻ ദൈവം ശ്രമിക്കുക. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നോക്കിക്കോ. ജനുവരി മാസം, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഈ 12 മാസവും നിങ്ങളിൽ ചില ഒരുക്കങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇതുവരെ പ്രാർത്ഥിക്കാത്ത പോലെ ഇനിയും പ്രാർത്ഥിക്കാൻ പോവുക, ഇതുവരെ ആരാധിക്കാത്ത പോലെ ഇനി ആരാധിക്കാൻ പോവുക. കാരണം ദൈവത്തോട് ചേർന്നിരിക്കുക. ഓ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവിനോടൊന്ന് ചേർന്നിരിക്കാൻ? അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, കർത്താവിനോട് ചേർന്നിരിക്കണമെന്ന് പറ. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് കർത്താവിനോട് ചേർന്നിരിക്കേണ്ടതിനും, അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രസംഗിക്കാൻ അയക്കേണ്ടതിന്. എന്തിനാ? പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാൻ. എല്ലാം എവിടുന്നാ ലഭിക്കുന്നേ? ഈ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോഴേ. ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിനോട് മനുഷ്യൻ ചേർന്നിരുന്നാൽ അവൻ്റെ ജീവിതം പരാജയപ്പെടത്തില്ല. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്നത്, വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം എന്നൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ രഹസ്യം, ആര് ചേർന്നിരിക്കുന്നോ അവൻ്റെ ജീവിതം മാറും. നിങ്ങൾ കണ്ടതല്ല നിങ്ങളുടെ ഭാവി, നിങ്ങൾ പ്രവചിച്ചു കേട്ടതല്ല നിങ്ങളുടെ ഭാവി, അതിനപ്പുറത്ത് ഭാവിയുണ്ട്. അത് വെളിപ്പെടണമെങ്കിൽ കർത്താവിനോട് അല്പം കൂടെ ചേർന്നിരിക്കണം. നിങ്ങളുടെ വീടിൻ്റെ മുഖച്ഛായ മാറ്റാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. നിന്റെ ഭാവിയുടെ ചരിത്രം തിരുത്താൻ എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഒറ്റ കാര്യം മതി, കർത്താവിനോട് ചേർന്നിരിക്കണം. നമുക്ക് വചന വെളിപ്പാടിലോട്ട് വരാം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് സ്തോത്രം കർത്താവ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ശിഷ്യന്മാരെല്ലാം കൂടി ഇരിക്കുമ്പോൾ കർത്താവ് ഒരു ദിവസം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ശിഷ്യന്മാർക്കെല്ലാം വലിയ പ്രശ്നമായി. ഒരാളോട് ചോദിച്ചാടാ, ഞാനാണോ? അവസാനം പത്രോസ് യോഹന്നാനോട് പറഞ്ഞു, യേശുവിനോട് ചോദ്യയില് ആരാന്ന്. അന്നേരം യോഹന്നാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയെന്നറിയോ? യേശുവിൻ്റെ മാറോട് ചാരിയിരിക്കുക. പത്രോസ് എന്താ ദൈവത്തോട് ചോദിക്കാഞ്ഞ്? യോഹന്നാനെ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം എടുത്തേ, 13-ാം അധ്യായം എടുത്തേ, 23-ാമത്തെ വാക്യം എടുത്തേ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 23-ാം വാക്യം. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. യോഹന്നാന്റെ അനുഭവങ്ങൾ എന്തോ ഒരു വലിയ അനുഭവങ്ങളാ. നിങ്ങൾക്കറിയാം, വേദപുസ്തകത്തില് യോഹന്നാൻ എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം എഴുതി, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ എഴുതി, വെളിപ്പാട് പുസ്തകം എഴുതി. ഇതിന് മാത്രം എഴുതാൻ കാരണം എന്താണെന്നറിയാമോ? യോഹന്നാന്റെ ബന്ധം നാടുമായിട്ടല്ല, പ്രമാണിയുമായിട്ടല്ല, ക്രിസ്തുവുമായിട്ടാണ്. ക്രിസ്തുവുമായിട്ട് ബന്ധമുള്ളവനെ പറയാനുണ്ട്, എഴുതാനുണ്ട്, പ്രവചിക്കാനുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിന്റെ ഏറ്റവും വലിയ ബന്ധം യേശുവുമായിട്ടുള്ള ബന്ധമായിരിക്കണം. ആ ബന്ധത്തിന് മുകളിൽ വേറൊരു ബന്ധമില്ല.
ആരെല്ലാം നിന്നെ തകർക്കാൻ വന്നാലും നീ തകരത്തില്ല. കാര്യം നീയും കർത്താവും കൂടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബന്ധമാണ്. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ അങ്ങനൊരു ബന്ധം യേശുവായിട്ടുണ്ടോ എന്ന് ചോദിച്ചേ. അങ്ങനൊരു ബന്ധം യേശുവായിട്ടുണ്ടോ നിങ്ങൾക്ക്? കേവലം 1000 രൂപയുടെ കാര്യം വരുമ്പം, 1,00,000 രൂപയുടെ കാര്യം വരുമ്പം, ഒരു പല്ലുവേദന വരുമ്പോൾ, ഒരു വയറുവേദന വരുമ്പം, ഒരു പനി വരുമ്പം ചുരുണ്ടുകൂടി കട്ടിലിൽ ഒതുങ്ങുന്നതാണോ നിന്റെ ധൈര്യം? അല്ല, നിങ്ങളുടെ ഉള്ളിൽ ആർക്കും പറിക്കാൻ വയ്യാത്തൊരു ബന്ധം വേണം.